മനോജി നമസ്കാരം. നമസ്കാരം അച്ഛാ. നമ്മള് ഈ ആത്മീയ ജീവിതത്തെ പറ്റി കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ. ഈ ആത്മീയ ജീവിതം ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം ഒതുങ്ങി പോവാണ്ട് എന്ന് പറഞ്ഞാല് പുരോഹിത വർഗത്തിനും അതുപോലെ സന്യാസിനികൾക്കും മാത്രം ഒതുങ്ങി പോവാണ്ട് ഈ ആത്മീയ ജീവിതം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ യുവജനങ്ങള്, പുതിയ തലമുറ, പിന്നെ പല തൊഴിൽ മേഖലകളിൽ ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഈ ആത്മീയ ജീവിതം നയിക്കാനായിട്ട് പറ്റുന്ന. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ കാട്ടിൽ ആനകളുണ്ട്, കാട്ടാന എന്നാ പറയുന്നത്. ഈ ആനകൾ കാട്ടിൽ ജീവിക്കുമ്പോഴത്തേക്ക് ആനയ്ക്കൊരു പ്രകൃതമുണ്ട്. ആനയുടെ ലൈഫ് സ്റ്റൈൽ പ്രത്യേക രീതിയിലാണ് പോകുന്നത് കാട്ടിൽ ജീവിക്കുന്ന ആനകൾക്ക്. പക്ഷെ ഈ കാട്ടിൽ ജീവിക്കുന്ന ആനകളെ ചില മനുഷ്യർ പിടികൂടിയിട്ട് നാട്ടിൽ കൊണ്ടുവരും. നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആനകളെ മെരുക്കും, വർഷങ്ങളെടുത്ത് മെരുക്കും. മെരുക്കി കഴിഞ്ഞിട്ട് മനുഷ്യന് ആവശ്യമുള്ള രീതിയിൽ ആനയെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനം കൊടുക്കും. അപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ കൂപ്പുകളിലൊക്കെ തടി പിടിക്കാനാണ് ആനയെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ എഴുന്നള്ളിപ്പ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആനയെ ഉപയോഗിക്കും. സോ അതുപോലെ മനുഷ്യന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ബലത്തിന് വേണ്ടിയിട്ട്, അങ്ങനത്തെ വലിയ വലിയ ഹ്യൂജ് ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണ്ട് ആനയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട്ടിൽ സ്വൈരവിഹാരം നടത്തി കാട്ടിൻ്റെതായിട്ടുള്ള ഒരു ജീവിത കൾച്ചറിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആനയെ ട്രെയിനിങ് കൊടുത്ത് മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ആനയെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാട്ടിൽ പോയി ജീവിക്കാൻ പറ്റില്ല. ആ കാട്ടാനകൾ കൂട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സ്വാഭാവികമായിട്ടും ആത്മീയ ജീവിതം നയിക്കാനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഡീഫോൾട്ട് മനുഷ്യൻ ആത്മീയ ജീവികളാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു രീതിയിൽ ട്രെയിനിങ് കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കും, മറ്റുള്ള അറിവുകൾ കൊടുത്തും മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊടുത്തുമൊക്കെ ഈ ആനയെ മെരുക്കുന്നത് പോലെ വേറൊരു രീതിയിൽ മനുഷ്യനെ മെരുക്കും. ഇങ്ങനെ മെരുക്കുന്നത് കൊണ്ടാണ് സാധാരണപ്പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് ആത്മീയതയിലേക്ക് വരാൻ പറ്റാത്തത്, ബുദ്ധിമുട്ടാവുന്നത്. ഓക്കെ. അപ്പം സ്വാഭാവികതയിൽ എല്ലാ മനുഷ്യരിനകത്തും ഈ ആത്മീയ വാസനയുണ്ട്, ആത്മീയ ജീവിതം നയിക്കാനായിട്ടുള്ള പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷെ അച്ഛനും അമ്മയും മതവും സൊസൈറ്റിയും എല്ലാം ഇവരെ വേറൊരു കൾച്ചറിൽ മാറ്റുന്നത് കൊണ്ടാണ് ആത്മീയത നയിക്കാൻ പറ്റാതിരിക്കുന്നത്. അവിടെയാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത്. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു ചെറിയ വിഭാഗം മാത്രം ആത്മീയ ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടിയിട്ട് അവര് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് എടുക്കും. അതിനാണ് ഈ സന്യാസി വര്യന്മാർ സെമിനാരിൽ പോകുന്നതും മഠത്തിൽ പോകുന്നതും പിന്നെ ഈ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്നു. അപ്പൊ ഈ സാധാരണപ്പെട്ട ആൾക്കാർ നോക്കുമ്പോൾ അവർക്കൊന്നും ഇത് പറ്റുന്നില്ല. ഇവർക്ക് മാത്രമേ അത് പറ്റുന്നുള്ളൂ. പ്രത്യേക യൂണിഫോം അങ്ങനെയൊക്കെ. അപ്പൊ ഇവർ മനസ്സിലാക്കേണ്ട, സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പനും അമ്മയും മതവും എല്ലാം സൊസൈറ്റിയും എല്ലാം നമ്മളെ വേറെ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് പറ്റാത്തത്. അപ്പൊ അവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും, വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും, സമ്പന്നനും ദരിദ്രനും, വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും, ഏത് ജാതിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ഇവർക്കെല്ലാം ഒരുപോലെ ആത്മീയത നയിക്കാൻ പറ്റും. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ ചെയ്യേണ്ടത് ഈ നമ്മളെ പഠിപ്പിച്ച് കൊളമാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്തുനിന്ന് പുറത്തു പോകാൻ മാത്രം മതി. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിനകത്തൊക്കെ പറയുന്നതാ, ഇപ്പോൾ ബുദ്ധനാണെങ്കിലും ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും നാരായണ ഗുരുവാണെങ്കിലും ഈ വ്യക്തികളെല്ലാം ജനിച്ചു വളർന്നൊരു കൾച്ചറുണ്ട്, അവരെ ജനിച്ചു വളർത്തിയ ഒരു മതമുണ്ട്. ഈ സിസ്റ്റത്തിനകത്തുനിന്ന് അവർ പുറത്തു വന്നിട്ടാണ് അവർ ശരിയായിട്ടുള്ള ആത്മീയ പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയത്. അപ്പൊ ഇന്ന് നിലവിൽ നമ്മൾ നിൽക്കുന്ന കൾച്ചറിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിക്കും ആത്മീയതയിൽ മുന്നേറാൻ പറ്റില്ല. ആകെ ഒരേ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് ഈ സിസ്റ്റത്തിനകത്തുനിന്ന് പുറത്തു വരിക. അങ്ങനെ പുറത്തു വരാൻ കെൽപ്പുള്ള, തൻ്റെ ഇടമുള്ള, അതിന് മനസ്സൊരുക്കമുള്ള ഏത് വ്യക്തിക്കും ആത്മീയ ജീവിതം സുഗമമാണ്. ഓക്കെ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആനയെ മെരുക്കി വേറൊരു സിസ്റ്റത്തിനകത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, മനുഷ്യനെ മെരുക്കി വേറൊരു സിസ്റ്റത്തിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആത്മീയതയും ഭൗതികതയും അല്ലെങ്കിൽ ശരിക്കുമുള്ള മാനുഷിക ജീവിതവും ആത്മീയ ജീവിതവും ഇവർക്ക് തരം തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ അതിനും ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ വലതേ കൈ കൊണ്ട് നമ്മളെ പരിശീലിപ്പിച്ചതാണ് എഴുതാനും വരയ്ക്കാനും.
അല്ലെ? കൈ പിടിച്ച് അപ്പൻ അമ്മ നമ്മുടെ പുറത്ത് ടീച്ചേഴ്സും അങ്ങനെ പരിശീലിപ്പിച്ചു. ഇതേപോലെ ഇടത് കൈ കൊണ്ടും പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇടത് കൈ കൊണ്ടും ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇടത് കൈ കൊണ്ട് പരിശീലിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ടല്ലോ. അപ്പോ രണ്ട് കൈ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്ങനെ പരിശീലിക്കുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തില്ല. സോ ഇതുപോലെ ഇന്ന് ഈ മതവ്യവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മാനുഷിക വ്യവസ്ഥയിൽ നിൽക്കുന്ന ആ വ്യക്തികൾക്ക് ചെറിയൊരു പരിശീലനം ചിലപ്പോൾ ആവശ്യം വന്നേക്കും, ആത്മീയതയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി. ആ ഒരു കാര്യം മാത്രം ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ വ്യക്തികൾക്കും ഇത് പോസിബിൾ ആണ്. അല്ല, ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലെ ചില സംഭവങ്ങൾ നോക്കുമ്പോ ഈ യുവജനങ്ങള് ഇപ്പൊ അവർക്ക് ചിലപ്പോ പ്രേമ നൈരാശ്യം ഉണ്ടാവുക, അതല്ലെങ്കിൽ കുട്ടികള് പരീക്ഷയിൽ തോൽവി വരിക. അപ്പൊ ഇവർക്ക് ഒരു പെട്ടെന്ന് അവര് ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതിനെ കൊലപാതകം, ഇതിലേക്കൊക്കെ കടക്കുന്ന ഒരു അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പൊ ഈ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എല്ലാ മേഖലകളിലും യുവജനങ്ങളുടെ ഏത് തൊഴിൽ ചെയ്യണവർക്കും ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവുണ്ടെങ്കിൽ ഈ വിധ കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുമ്പോൾ ഈ ആത്മീയത ഇവരെ ഇതൊക്കെ തരണം ചെയ്യാനായിട്ട് സഹായിക്കില്ലേ എന്നുള്ളതാണ്. ഒത്തിരി സഹായിക്കും. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ആത്മീയത എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സാണ് ഇതിനകത്തുള്ള ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഭൗമ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പം മാനുഷികതയിൽ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും മനസ്സ് അതിനകത്തുള്ളൊരു നിർണായക ഘടകമാണ്. ഇപ്പൊ നമുക്ക് ഏത് തൊഴിൽ ജീവിക്കണമെങ്കിലും നമുക്ക് മനസ്സൊരുക്കുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് എനിക്ക് മനസ്സിനകത്തൊരു സുഖം തോന്നുന്നില്ല, ഇന്ന് ജോലിക്ക് പോകാൻ തോന്നില്ല, ഇന്നൊന്ന് ലീവ് എടുക്കാം. അപ്പൊ ശരീരം വില്ലിങ്ങാണ്, പക്ഷെ തീരുമാനിക്കുന്നതാരാ? മനസ്സാണ് തീരുമാനിക്കുന്നത് ഇന്ന് പോകണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ മനസ്സിന് എല്ലാ കാര്യങ്ങളിനകത്ത് മനസ്സിന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റൂ. ഇതുപോലെ ആത്മീയതയിലും മനസ്സാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം. ഏത് വ്യക്തിക്കും ആത്മീയതയിലേക്ക് കടന്നു വരാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അവിടെ ആത്മീയതയ്ക്ക് ആനുപാതികമായ രീതിയിൽ മനസ്സ് സഹകരിച്ചാൽ മാത്രമേ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഡിപ്രഷൻ ആണെങ്കിലോ, മനസ്സിന്റെ പിന്നെ വൈകല്യങ്ങളാണെങ്കിലോ, വിഭ്രാന്തി ആണെങ്കിലോ, ഈ പറഞ്ഞ ആത്മഹത്യ പ്രവണത ആണെങ്കിലോ, ഇതെല്ലാം ഒരു ആത്മീയനാണ് എന്ന് വെച്ച് എല്ലാത്തിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റണമെന്നില്ല. അവിടെ ഈ ആത്മീയതയ്ക്ക് അനുപാതമായ രീതിയിൽ മനസ്സുകൂടെ ബിൽഡ് ചെയ്തെടുക്കണം. മനസ്സിനൊരു വളർച്ചയുണ്ട്, ആത്മീയതയ്ക്കല്ല വളർച്ച. ആത്മീയത ഓൾറെഡി വളർച്ചയിലുള്ള ഒരു കാര്യമാണ്, അത് ശരിക്കും പെർഫെക്റ്റ് ആണ്. വളർച്ച വേണ്ടത് മനസ്സിനാണ്. അപ്പൊ മെന്റൽ സ്ട്രെങ്ത് ആത്മീയതയ്ക്ക് ആനുപാതികമായ രീതിയിൽ മനസ്സിനകത്ത് വളർച്ച ലഭിക്കാൻ നമ്മളൊരു വ്യക്തിയെ സഹായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അച്ഛൻ പറഞ്ഞതുപോലെ ഈ ലൈഫിനകത്ത് വരുന്ന ചലഞ്ചസ് കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്തു പോകാൻ പറ്റും. നമുക്ക് ബൈബിളിനകത്തൊരു കാര്യമുണ്ടല്ലോ, ജീസസ് ഇളകുന്ന തിരമാലയുടെ മുകളിലൂടെ, ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ മധ്യത്തിലൂടെ ആ തിരമാലയുടെ മീതെ, കടലിന്റെ മീതെ നടന്നു എന്ന് പറയും. പക്ഷെ മതം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഒരു ദൈവിക പരിവേഷമുള്ള വ്യക്തിയായതുകൊണ്ട് കടലിന്റെ മീതെ നടന്നു, കാറ്റിന്റെ മീതെ നടന്നു എന്നാണ്. അല്ല, അത് ഡിനോട്ട് ചെയ്യുന്നത് ജീസസിന്റെ ലൈഫിന്റെ ഫ്രണ്ടിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തിരമാലകൾ പോലുള്ള പ്രശ്നങ്ങൾ, ചുഴലിക്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മീയ കരുത്ത്, അദ്ദേഹത്തിന് അത്രയും മരുഭൂമിയിലെ പ്രലോഭനം. അതെ, സോ ആ കരുത്താണ് ആത്മീയതയിൽ ഒരു വ്യക്തിയെ ഈ പ്രതിസന്ധികളുടെ എല്ലാം മുകളിലൂടെ നടക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ജീസസിന്റെ ഈ ഇത് അത്ഭുതമല്ല, തിരമാലയുടെ മീതെ നടന്നു എന്നല്ല, കടലിന്റെ മീതെ നടന്നു എന്നല്ല, ഈ വിഷയങ്ങളെ അതിജീവിച്ച് അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റിയെന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന വ്യക്തികളെയൊക്കെ ഈ രീതിയിൽ ഒരു പരിവേഷത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അവിടെ വേണ്ടത് മാനസികമായിട്ടുള്ള ട്രെയിനിങ് ആണ്, ആത്മീയ ട്രെയിനിങ് അല്ല. അപ്പൊ മനസ്സിനാണ് അവിടെ സ്ട്രെങ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ ആത്മീക മൂല്യങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അത് ക്ലിയർ ആണോ? അത് തന്നെയാണ് വേറെന്തെങ്കിലും? ഒരുപാട് ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഇത് ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് മാത്രമുള്ളതാണ്, അച്ഛന്മാർക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് ഇവർക്ക് മാത്രമുള്ളതാണ്. ഇപ്പൊ ആരെങ്കിലും ഒരല്പനേരം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവൻ അവള് വലിയ
വിശുദ്ധൻ ചമ്മയാണ്, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങി അവളിപ്പോ ആകെ സ്വർഗത്തിലേക്ക് നേരെ പോകാനുള്ള പണിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല, ഇതൊന്നും എളുപ്പമല്ല എന്ന് പലരും ഇതിൽ നിന്ന് പിന്നാക്കം മാറുന്നുണ്ട്. ഓക്കെ, അവിടെ എനിക്ക് അച്ഛന്റെ കുറച്ച് സംഭാവനകൾ ആവശ്യമാണ്, അച്ഛന്റെ കുറച്ച് ആദർശങ്ങൾ ആവശ്യമാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഇതിന്റെ അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി. ഞാനും പൗരോഹിത്യത്തിൽ നിന്ന വ്യക്തിയാണ്, പക്ഷെ ഞാൻ വളരെ കുറച്ച് സമയം ഇരുന്നിട്ടുള്ളൂ. എന്റെ പൗരോഹിത്യത്തിന് വേറൊരു ഉദ്ദേശശുദ്ധിയായിരുന്നു. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ ഒരു ദൈവിക അനുഭവം ഉണ്ടായിട്ട് ഒരു സെക്കുലർ രീതിയിൽ കുറെ വർഷങ്ങൾ ആ ഒരു പൗരോഹിത്യത്തിൽ തുടർന്ന വ്യക്തിയാണ്. ചർച്ചിന്റെ ചാർജും ഈ കൂദാശകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വന്ന വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ഒരു സന്യാസിയാണെങ്കിലോ ഒരു പുരോഹിതനാണെങ്കിലോ ഒരു ഉസ്താദാണെങ്കിലോ അവരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ആത്മീയതയല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ ആ പൗരോഹിത്യത്തിൽ നിന്ന സമയത്തുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് എന്ത് പൗരോഹിത്യം അത് നമുക്ക് തരണത്, നമ്മള് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ അതിനൊരു പരിധിയുണ്ട്. പ്യുവർ ആത്മീയതയിലേക്ക് നമുക്ക് ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് പറ്റില്ല. ഓക്കെ, അത് മതമാണ്. മതവും ആത്മീയതയും ഒന്നല്ല. അല്ല 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 അപ്പോ ഈ പൗരോഹിത്യം എന്ന് പറയുന്നതും ക്രിസ്തീയ പൗരോഹിത്യം എന്ന് പറയുന്നതും ഹൈന്ദവ സന്യാസം എന്ന് പറയുന്നതും ഇസ്ലാമിക ഉസ്താദെന്നോ അല്ലെങ്കിൽ അതിന്റെ ആ പൗരോഹിത്യം എന്ന് പറയുന്നതുമെല്ലാം മതത്തിന്റെ മുകളിലുള്ള ആ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠനവും അതിന്റെ പരിശീലനവുമാണ്. അതെ അതെ, അതിന്റെ വേഷാഭൂഷാദികളാണ്. അപ്പൊ മതത്തിന്റെ തലപ്പത്തിരുന്ന് മതവക്താവായിട്ടിരുന്ന് മതത്തിന്റെ പൗരോഹിത്യത്തിലാണ് അവരിയ്ക്കുന്നത്. അവര് ആത്മീയരല്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സന്യാസ ജീവിതമാണ് ആത്മീയത, പൗരോഹിത്യ ജീവിതമാണ് ആത്മീയത, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഉസ്താദ് പോലെയുള്ള വ്യക്തികളാണ് ആത്മീയത എന്നുള്ള രീതിയിൽ. അത് ആത്മീയതയല്ല, അല്ല, മതമാണ്. അത് മതമാണ്. മതത്തിൻ്റെതായിട്ടുള്ള യൂണിഫോം, വേഷഭൂഷാദികള്, പിന്നെ മതം പറയുന്ന ചില എന്താ പറയാ റൂട്ടീൻസ്, ഡോക്ടർസ്, അതെല്ലാം. അപ്പൊ നമ്മുടെ ബൈബിളിൽ ജീസസും പറഞ്ഞിട്ടുണ്ട്, ഈ വേഷധാരികൾ ചില പൊസിഷന് വേണ്ടി ആഗ്രഹിക്കുന്നു. അവര് സദസ്സില് ചില കസേരകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരങ്ങനെ ബഹുമാനം ആഗ്രഹിച്ചിട്ടാണ് ഈ വേഷാഭൂഷാദികളിൽ അവർ നിലനിൽക്കുന്നത്. ശരിക്കും അവരല്ല ആത്മീയർ, അവര് കപട വിശ്വാസികളാണ്, അല്ലേ? വെള്ളതേച്ച ശവക്കലറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ മതവക്താക്കളല്ല ആത്മീക നേതാക്കളെന്നും അല്ലെങ്കിൽ ആത്മീയരെന്നും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സോ ഈ റെസ്പെക്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വേഷാഭൂഷാദികളെല്ലാം. അതല്ല ആത്മീയതയുടെ സിമ്പിൾ. അതുകൊണ്ടാണല്ലോ അവര് പറയണേ, അച്ഛന്റെ ലോഹ എവിടെയാ, അല്ലെങ്കിൽ സിസ്റ്ററുടെ അവര് അന്വേഷിക്കുന്നത് ആ ലോഹേമയാണ്. അതെ, ഭൂരിഭാഗം ആൾക്കാര് ഇവരെന്നെ ഒരു പരിവേഷം കൊടുത്തിട്ടുണ്ടല്ലോ, തിരുവസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഈ ലോഹയ്ക്കും അതുപോലെ സന്യാസിനികള് സിസ്റ്റേഴ്സ് ഇട്ട് നടക്കുന്ന ഹാബിറ്റിനും അവരൊരു തിരുവസ്ത്രം എന്നുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സാധാരണ വിശ്വാസികളുടെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാല്, ഇതാണ് ഒരു ആത്മീയത. ഈ പെരിഫറലായിട്ട് അത് ഒരു പെരിഫറലായിട്ടുള്ള നമ്മള് കുട്ടികളൊക്കെ സ്കൂളിൽ പോകണില്ലേ യൂണിഫോം ഇട്ടിട്ട്. അപ്പൊ ഈ യൂണിഫോം ഇടുമ്പോ ഈ കുട്ടി പോളി ഫാമിലിയിലാണ് പഠിക്കുന്നത്. ആ യൂണിഫോം ഇടുമ്പോ ആ കുട്ടി ഇന്ന സ്കൂളിലാണ്. ഓരോ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ ആണ് അവരുടെ യൂണിഫോം. പക്ഷെ അതല്ലാണ്ട് അതീ കവിഞ്ഞ് ഈ ഒരു വസ്ത്രവും ബാഹ്യമായിട്ടും നമ്മൾ ഈ കാണുന്ന ഈ വസ്ത്രവും ഇതും ആത്മീയതയായിട്ട് കാര്യമായിട്ടുള്ള ബന്ധമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇനി അച്ഛൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. അച്ഛൻ ഏകദേശം 17 വർഷം എനിക്ക് തോന്നുന്നു സഭയിൽ ഇരുന്നിട്ടുണ്ട്, വൈദികനായിട്ട് ഇരുന്നിട്ടുണ്ട്, സഭയിലെ ചാർജ് മറ്റുള്ള ശുശ്രൂഷയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഈ 17 വർഷവും അച്ഛൻ ആത്മീയതയിലായിരുന്നു. ഇപ്പോഴാണോ ആത്മീയതയിലേക്ക് കടന്നു വന്നത്? 17 വർഷവും ഞാന് എന്റെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു 24-ാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായത്. അതിന്റെ ഒരു 8 മാസം ഞാൻ അങ്ങനെ ആ ഒരു പ്രാർത്ഥനയിലും ആ ഒരു എക്സ്പീരിയൻസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സെമിനാരി പോയപ്പോഴും അതിന്റെ തുടക്കത്തില് 1-2 വർഷം ആ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോ എനിക്ക് സംഭവിച്ചത്, ഞാനാവും ഇതിന്റെ റോങ്. മറ്റേത് ഇവര് തരുന്ന ഫിലോസഫി പഠനങ്ങള്, ഇതിന്റെ ടൈം ടേബിൾ ഉണ്ടല്ലോ, കൊന്ത, കുർബാന, ഇത് ഫിലോസഫി പഠിക്കണം, ആ പ്രാക്ടീസുകള്, പിന്നെ തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, ഇതിന്റെ പഠനങ്ങൾ, മനഃശാസ്ത്രം, ഇതിന്റെ പഠനങ്ങളൊക്കെ ശരിക്കുള്ള സിലബസ്. ആ സിലബസ് അനുസരിച്ച് ഞാൻ നോക്കുമ്പോ ഞാൻ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആ ആഴമായിട്ടുള്ള സ്പിരിച്വാലിറ്റിന്ന് ഞാൻ ഇങ്ങനെ കയറി പെരിഫറലായോന്ന്
എനിക്ക് തോന്നിയത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമിനാരി പഠനവും ഈ പൗരോഹിത്യവും ആദ്യം ഉണ്ടായിരുന്ന ദൈവിക അനുഭവത്തെ മോഷ്ടിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വക്താവായിട്ട് മാറ്റി എന്ന് പറയുന്നത് അതാണ് വാസ്തവത്തിൽ സംഭവിക്കണേ. പക്ഷെ എന്നാലും ഞാൻ അവിടെ കുറെ കടിച്ചു പിടിച്ച് കുറെ കാര്യങ്ങൾ ദൈവം നമ്മളോട് ആ ഇൻസ്പയർ ആയി ചെയ്ത കാര്യങ്ങൾ ഞാൻ പാവപ്പെട്ടവരുടെ വീട് വെച്ചു കൊടുക്കല്, അതുപോലെ അങ്ങനെയുള്ള ചില കാരുണ്യ പ്രവൃത്തികൾ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഞാൻ എന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ശരിക്കും കുപ്പായ ആവശ്യമില്ല, അതിന് കുപ്പായ ആവശ്യമില്ല. എന്നാലും നമ്മളോട് പറയുന്നത് ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് അങ്ങനെയാണ് കിട്ടണേ. നമുക്ക് കിട്ടിയ ആ ഒരു ആത്മീയതയെന്ന് നമുക്ക് എന്തുമാത്രം ആ ആത്മീയത എന്തുമാത്രം മനുഷ്യർക്ക് സമൂഹത്തിലെ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് പരമാവധി നമ്മൾ ശ്രമം നടത്തിയിട്ട്. എന്നാലും ചില കാര്യങ്ങൾ വരണ സമയത്ത് നമുക്ക് അതിന് പ്രത്യേക പെർമിഷൻ വേണം. അത് പ്രൊവിൻഷ്യാള് പറയണം, അല്ലെങ്കിൽ ബിഷപ്പ് പറയണം. അപ്പൊ അതിന് അങ്ങനെയുള്ള അപ്പൊ അത് നമ്മൾ നോക്കുമ്പോ ഈ പാവപ്പെട്ടവർ നമ്മളെ സമീപിക്കണം സമയത്ത് സാധാരണക്കാരനാണല്ലോ നമ്മൾ സമീപിക്കണേ നമ്മളെ. അപ്പൊ നമ്മളൊരു പാവപ്പെട്ട കുടുംബത്തില് ജനിച്ച് വളർന്ന ഒരു ദൈവാനുഭവമുള്ള ആളാണ്. അപ്പൊ നമുക്ക് ചില നേരത്ത് അച്ഛൻ കളിക്കേണ്ടി വരും. ചില നേരത്ത് അതൊരു വല്ലാത്തൊരു മനസാക്ഷിക്ക് നിരക്കാത്തൊരു പണിയാണ്. അപ്പൊ നമ്മുടെ കാലം ഓർമ്മ വരും. നമ്മുടെ പഴയ കാലം ഒരു വ്യക്തി, സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ, അത് ആരാവട്ടെ, ഒരു ക്രിസ്തീയ വിശ്വാസി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഈ ഹിന്ദു സമുദായത്തിലെ ആരെങ്കിലും നമ്മളെ സമീപിക്കുന്ന നേരത്ത് നമുക്ക് അവർക്ക് നമ്മളെ തന്നെ കൊടുക്കണം, നമ്മൾ സത്യസന്ധമായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് നമ്മുടെ മനസ്സ് ഒരു വശത്ത് പറയും. പക്ഷെ ഒപ്പം തന്നെ പറയും അക്രൈസ്തവരായുള്ള ആൾക്കാർ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിലും. ചില മന്ത്രിമാരായി കഴിയുമ്പോൾ ചില ജനങ്ങൾ അവരുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനം ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് തെരഞ്ഞെടുത്തതാരാ? ഇവര് തെരഞ്ഞെടുത്ത ജനങ്ങളാണ്, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെയും കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് പാർട്ടി പ്രശ്നം ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പൗരോഹിത്യത്തിൽ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർസ് തന്നെ സമ്മതിക്കുന്നില്ല, സഭാ നേതൃത്വം തന്നെ അനുവദിക്കുന്നില്ല. അത് നോക്ക്, അത് ശരിയാ, മനോജി പറഞ്ഞ ശരിയാ. ഇപ്പൊ നമ്മള് പറയണത് എന്താ, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈശോ ലോകരക്ഷകൻ. പക്ഷെ നമ്മള് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മള് കുറെ ആൾക്കാര് ഈ ക്രിസ്ത്യാനികളെക്കാളും വിശ്വാസമുള്ള ഹിന്ദു സമുദായത്തിലെ ആൾക്കാർ പള്ളിയകത്തുണ്ടാവും. അപ്പൊ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തില് ആ കമ്മ്യൂണിയെ സ്വീകരിക്കുന്ന സമയത്ത് വരുമ്പോ ആ വൈദികൻ ചിലപ്പോ പെട്ടെന്ന് മതം പറയേണ്ടി വരും. എന്ത്, ഈ ലോകരക്ഷകനെ മാറ്റിവെച്ചു, ഈശോനെ മാറ്റിവെച്ചിട്ട് അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ കുർബാന സ്വീകരിക്കാൻ പാടില്ല. മെമ്പർഷിപ്പ് വേണം, സ്നാനം വേണം, അത് വേണം, ഇത് വേണം. ഏറ്റവും അവസാനം പറയും മാസവരിയെങ്കിലും കൊടുത്തിട്ടുണ്ടോ. അപ്പോ ഇതേപോലത്തെ കോൺഫ്ലിക്റ്റ് ആണ് മനോജി ചോദിച്ചപ്പോ അതിന്റെ ഉള്ളില്. പിന്നെ കുറെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ എനിക്ക് തോന്നി ഇതിനേക്കാളും ഭേദം നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഭയങ്കരമാണ്. ഈ പല മതങ്ങള്, ഒരു ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ പല മതങ്ങള്, പിന്നെ അതിലുള്ള നമുക്ക് അതിന്റെ ഉള്ളിൽ തന്നെ നിന്നുള്ള തിക്കുമുട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ചിന്തിക്കുമ്പോ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്റെ ജീവിതത്തിൽ 4 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം 24 വർഷം കുടുംബത്തിനും കുടുംബക്കാർക്ക് വേണ്ടി ജീവിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം സമൂഹത്തിന് വേണ്ടി ജീവിച്ചത്, പൗരോഹിത്യത്തില് അതിന്റെ പഠനങ്ങള്, അത് 17 വർഷം സമൂഹത്തിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോ എനിക്കൊരു സ്വസ്ഥത വേണം, കുറച്ചൊരു സമാധാനം, എന്നെ തന്നെ ഒരു എനിക്ക് കുറച്ചു സ്വന്തം എനിക്ക് വേണം കുറച്ച് സമയം. അപ്പോ അതിലേക്ക് നോക്കിയപ്പോ അത് എന്റെ തന്നെ ജീവിതം, എന്റെ ജീവിത പങ്കാളി, അവിടെ കുടുംബജീവിതം, അവിടെ കുഞ്ഞ്, അത് 3-ാം ഘട്ടം. അതായത് നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം. അതിലേക്ക് വന്നു നോർമൽ. അവിടെ ഒരു എന്ന് പറഞ്ഞാൽ ഈ വേഷം കെട്ടൊന്നുമില്ല. ആ വേഷം കെട്ടൊക്കെ ആ മതപരമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ വേഷം കെട്ട് പൊള്ളത്തരൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പച്ചയായിട്ടുള്ള ഒരു ജീവിതം. അതിലും നമുക്ക് ചെയ്യാൻ പറ്റിയ നന്മകൾ നമ്മൾ ബോംബെയിലൊക്കെ ആയിരുന്നപ്പോ പാവപ്പെട്ടവർക്കായാലും അവരിനൊക്കെ നമ്മൾ പങ്കുചേർത്തേണ്ട അതിൽ നമുക്ക് സാധിക്കുന്ന തരത്തിൽ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് ഒരുപാടുണ്ട്, എന്നാലും നമ്മൾ അതൊക്കെ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ എത്രയായി? 3 ഘട്ടം കഴിഞ്ഞു. 4-ാമത്തെ ഘട്ടം ഞാന് മനോജി ഇങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ട് ഈ കാട്ടിൽ പോയിട്ട് പാറപ്പുറത്ത് മെഡിറ്റേഷനിൽ ഇരിക്കുന്നതും, ഈ കാട്ടില് ഈ നാച്ചുറൽ മെഡിറ്റേഷനെ പറ്റി പറയണതൊക്കെ ഞാൻ കണ്ടപ്പോ എനിക്ക് അപ്പൊ എന്റെ ഉള്ളിൽ ഇതുണ്ട്.
ഈ പ്രകൃതിയായിട്ടുള്ള ഈ ബന്ധം, ബീച്ചിൽ പോകുമ്പോ എന്റെ ഉള്ളില് ഒരു ഓളം വെട്ട്, കാട്ടിൽ പോകുമ്പോ ഈ പ്രകൃതിയായിട്ട് പണ്ടേ എനിക്ക് കിളികള്, സൂര്യാസ്തമയം, ഇതൊക്കെ ഭയങ്കര ഒരു വഞ്ചി യാത്ര അതൊക്കെ. അപ്പൊ മനോജിയുടെ ചില വീഡിയോസ് കണ്ടപ്പോ എനിക്കൊരു ആകർഷണം തോന്നി. ഇത് കൊള്ളാലോ, ഇത് വളരെ എന്താ പറയാ സ്വാഭാവികമായിട്ടുള്ള ഒരു ആത്മീയത. അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടാൻ ഇടവരെയും. മനോജി അവിടെ വന്ന് നമ്മൾ ആ ക്രിസ്മസിനൊക്കെ മുമ്പ് ആ ഒരു പിന്നെ നമ്മൾ കാട്ടിൽ പോയി മെഡിറ്റേഷൻ നടത്താനും പിന്നെ നമ്മൾ ആത്മീയ സംഭാഷണം നടത്തി. അത് വല്ലാത്തൊരു ഒരു ഒരു പിന്നെ അതാണ് നാലാം ഘട്ടത്തിലേക്ക് കടക്കാൻ. ഇതിപ്പോ നമ്മള് പൗരോഹിത്യത്തിന്റെ മതപൗരോഹിത്യത്തിന്റെ ആ ലോഹ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതായാലും നമുക്ക് വീണ്ടും ആ റോയൽ പ്രീസ്റ്റ്ഹുഡ്, നമുക്ക് ആ രാജകീയ ഈശോ നമുക്ക് തന്നുള്ള ആ രാജകീയ പൗരോഹിത്യം നമുക്ക് ജീവിക്കാം. നമുക്ക് അങ്ങനെയുള്ള ഒരു അപ്പൊ ഈ നാലാം ഘട്ടത്തിനകത്ത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒരു പൗരോഹിത്യത്തിൽ നിന്നപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വന്ന് അച്ഛൻ്റെ ഒരു മോളുണ്ട്, വൈഫുണ്ട്. വൈഫ് പണ്ടത്തെ കന്യാസ്ത്രീ ആയിരുന്നു. അവിടെ കിടന്ന് നരകിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ദൈവം വെച്ച ജീവിതത്തിനകത്തേക്ക് നിങ്ങളാണ് അവരെ കൈപിടിച്ച് കൊണ്ടുവന്നത്. ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത്. മറ്റത് ഇല്ല, മറ്റത് ജീവിക്കുകയായിരുന്നില്ല, ശരിക്കും ഒരു അടിമത്വമായിരുന്നു. ഇപ്പോഴവർ ജീവിക്കുന്നത്. അപ്പോ കുടുംബത്തിലെ രണ്ട് വ്യക്തികളോടൊപ്പം സന്തോഷമായിട്ട് സമാധാനമായിട്ട് നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നുണ്ട്, ഒപ്പം സാമൂഹ്യ ജീവിതം നയിക്കുന്നുണ്ട്, അതിനോടൊപ്പം ആത്മീയതയും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്? അതെ. അപ്പൊ ഏതൊരു സാധാരണ വ്യക്തിക്കും ഇത് പോസിബിൾ ആണ്. അതാണ് ശരിക്കുമുള്ള ആത്മീയത. അല്ലാതെ ഒരു കാഷായ വസ്ത്രമായിട്ട് പോകുന്നതോ, ഹിമാലയത്തിൽ പോയി തപസിരിക്കുന്നതോ, അല്ലെങ്കിൽ മറ്റേ പൗരോഹിത്യത്തിന്റെ കുപ്പായിട്ട് നടക്കുന്നതോ, മൈക്കിൽ പ്രസംഗിക്കുന്നതൊന്നും അല്ല ആത്മീയ ജീവിതം. അത് പ്രസംഗിക്കുന്നവർക്ക് പലർക്കും ഈ കുടുംബ ജീവിതത്തിന്റെ ഇപ്പൊ പുരോഹിതന്മാര് അവര് വിവാഹിതരല്ലോ, അവര് നമ്മള് പല പബ്ലിക് ആൾക്കാരെ വന്നിട്ടായാലും പബ്ലിക് പ്ലേസിലും അവര് ഈ കുടുംബജീവിതത്തെ പറ്റി ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. അവര് ഈ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധം ഇതൊക്കെ അവര് പറയും. ഇവർക്ക് ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യമാണ്, അത് വേറെ പറയരുത്. ഇവര് ഈ പറയണത്. അപ്പോ ഞാൻ നോക്കുന്നത് നമുക്ക് എല്ലാ ജീവിതത്തിന്റെ ഇതുകൂടെ നമ്മൾ കടന്നു പോയിട്ട് നമ്മൾ ആത്മീയതയിലേക്ക് വരുന്ന സമയത്ത് ഇത് ഒരുപാട് ആഴമായിട്ടുള്ള ആത്മീയത നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ആത്മീയത പറയാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ലൈംഗികത, സെക്സ്, ലൈംഗികത ഇത് ആത്മീയ ജീവിതത്തിന് എതിരാന്ന് പണ്ട് ക്രിസ്ത്യാനിറ്റി പണ്ടേത് അങ്ങനെ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അത് മനസ്സിലാക്കി വെച്ചേക്കാണ്. അപ്പൊ ആൾക്കാർക്ക് ഇതൊരു ഈ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് വിചാരം എന്താ വെച്ചാല് ആത്മീയ ജീവിതം അത് അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, സന്യാസിമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള മാത്രം പറഞ്ഞിട്ടുള്ള ധാരണയുണ്ട്. അങ്ങനെയല്ല. പക്ഷെ ഇത് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആത്മീയ അനുഭവം എന്ന് പറയുന്നത് വിവാഹിതരക്കം കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും അച്ഛനായോർക്കും അച്ഛൻ പട്ടം എന്തെന്ന് പറഞ്ഞ ആ ഇതിൽ നിന്ന് പുറത്തു കടന്നവർക്കും ഒക്കെ ഈ ആത്മീയ ജീവിതം നയിക്കാം. ജീസസ് എന്താ പറഞ്ഞതെന്ന് അറിയാച്ചാ, വേശ്യകളും ചുങ്കക്കാരും പാപികളും ആദ്യം കിടക്കുമെന്ന്. അപ്പൊ ഇവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതല്ല ഞാൻ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് വേഷധാരികളെയല്ല ദൈവം സ്നേഹിക്കുന്നത്. ശരിക്കും താഴെക്കടയിലുള്ള അല്ലെങ്കിൽ നിർധനരായ ആ പച്ചയായ മനുഷ്യർ ഒരു ആത്മീയതയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം അവരുടെ കൂടെയാണ്. അതാണ് ജീസസിന്റെ ടീച്ചിങ്. ഒരിക്കലും ജീസസ് മതവക്താക്കളെ നോക്കി ഇവരാണ് ആത്മീയർ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത് ഇതിന്റെ കൂടെ ചേർന്ന് പറയേണ്ട ഒരു കാര്യം കൂടെയാണ്, എന്നാലും ഇത് കംപ്ലീറ്റ് ആകും. ഇപ്പൊ അച്ഛൻ വേഷധാരിയായിട്ട് ചർച്ചിന്റെ വികാരിയായിട്ട് നിന്ന സമയത്ത് അച്ഛൻ എന്ത് പറഞ്ഞാലും എല്ലാവർക്കും വേദവാക്യമായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് കപടതയിലായിരുന്നു. അത് നമുക്ക് ആ ഒരു വേഷഭൂഷാദി വേണം. അതിന്റെ ഉള്ളിൽ അതല്ലേ പറ്റുള്ളൂ. ഇപ്പോ നമ്മൾ ശരിക്കും ഡിവൈനാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാരുടെ പ്രതികരണം അതൊരു ഇവന് അച്ഛൻ പട്ടം പേടിച്ചോടിയാണ് അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ ദുരുപദേശകരായി, ഇപ്പം പറയുന്നതെല്ലാം വെറുവായിത്തനമായി. ആ രീതിയിലാണ് ഇന്ന് ജനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു ഉപദേശം വേണമെങ്കിൽ നമ്മൾ ഏത് വേഷത്തിൽ നിൽക്കണം, നിന്നാലേ അവർ സ്വീകരിക്കത്തുള്ളൂ. ഇത് ജനങ്ങളിൽ ഇവനും അച്ചപ്പട്ടൊക്കെ ഒഴിച്ചാൽ ഇവൻ എന്താ ഇപ്പൊ ഇതൊക്കെ പറയണേ. ഇപ്പൊ ഇന്ന് കാലത്ത് വരെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് അങ്ങനെ മെസ്സേജ് വിട്ടേക്കുന്നു, ഇതൊക്കെ അച്ഛൻ ഉപയോഗിച്ച് പോകുന്നതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഈ കാട്ടി പോണു മെഡിറ്റേഷൻ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും പറയണേ എന്ന് വെച്ചിട്ട്. അപ്പോ ഇത്
ഇത് പ്രാക്ടിക്കലാണ് എന്നുള്ളതാണ് നമുക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്, നമ്മുടെ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മളിപ്പോ പറയുന്നത്. ഇത് പഠിച്ചു പറയുന്നതോ പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതോ അല്ല. ഇതാണ് ശരിക്കും ജനങ്ങളിലേക്ക് നമ്മളിപ്പോ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ലൈഫിലും ഇതുപോലെ ആകണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പണ്ട് നമ്മൾ മതത്തിന്റെ ഭാഗത്തിൽ നിന്നപ്പോ നമ്മൾ സാലറിക്ക് വേണ്ടിയിട്ടോ പൊസിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ വക്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ജെന്യുവിനായത്. അപ്പൊ ഇനി ജനങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഈ ജെന്യുവിനായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ആത്മീയ സന്തോഷവും സമാധാനവും ആ ജീവിതവും പകരപ്പെടാനാണ് നമ്മളിപ്പോ ജനങ്ങളിലേക്ക് സംസാരിക്കുന്നത്. അവർക്കും ഇത് അനുഭവം വേദ്യമാകണം, അവർക്കും ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ നമുക്കിതിന്റെ ആവശ്യമുണ്ടോ? ജനങ്ങളെ ഉപദേശിച്ച് ആവശ്യമില്ല. നമുക്ക് കുടുംബജീവിതത്തിന് നമ്മുടേതായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇടുന്ന എഫേർട്ട് ജെന്യുവിനാണ്. അന്നിട്ടുകൊണ്ടിരുന്നത് പല കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. സോ ഈ ഡിഫറൻസ് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർക്കും ഇതുപോലെ നമ്മളെ പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റും. കുടുംബജീവിതം നയിച്ചുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന സമൂഹത്തിനകത്തുള്ള കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ ആത്മീയതയിലും അവർക്ക് വരാൻ പറ്റും. അതല്ലേ സത്യം? അല്ലേ? അതാണ് ഞാനും അച്ഛനും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഇപ്പോഴുള്ള ഒരു നിലവാരം എന്ന് പറയുന്നത്. അല്ലെ? അപ്പോൾ നമ്മൾ ആത്മീയതയെ കുറിച്ച് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഏകദേശമൊക്കെ സംസാരിച്ചു തോന്നുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും അച്ഛന് ആഡ് ഓൺ ചെയ്യാം? ഇല്ല, നമ്മളിപ്പോ 10-25 മിനിറ്റ് ആയി കാണും. ഓക്കെ.